അടുത്ത് നിങ്ങൾക്ക് മത്സ്യളാരി എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ചങ്ങന്മാരെന്ന് രാവിലെ തന്നെ കുറച്ച് ഓൽക്കടിയൊക്കെ കൊണ്ടിട്ടാണ് ഇറങ്ങിയത്. സംഭവം എന്താ വെച്ചാൽ കുറേ കാലത്തിൻ്റെ ശേഷം നമുക്ക് ഈ പാര കോര ആരാത് നല്ല മയിലുണ്ട് കേട്ടോ പുറത്തോട്ട്. മയിൽ അതുപോലെ തന്നെ നമ്മളെ മറ്റേ എന്താണ് നീർനായിൻ്റെ ഒക്കെ ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് രാവിലെ തന്നെ ഒരു പ്രത്യേക ഇതുണ്ടോ, പ്രത്യേക ഒരു ആംബിയൻസാണ് രാവിലെ പുഴയിലോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു ഓൽക്കടി എടുത്തിട്ട് ആദ്യം നമുക്ക് എന്താക്കണം, ചെമ്മീൻ പിടിക്കണം കേട്ടോ. ചെമ്മീൻ പിടിച്ചിട്ട് ചെമ്മീനങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഏകദേശം കുറച്ച് വലുപ്പമുള്ള ആളുകൾ നോക്കിയെടുക്കണം. വെള്ളം ചെറുതായിട്ട് കലക്കണം. ഇതിൻ്റെ ഓല പറഞ്ഞൊക്കെയാണെങ്കിൽ ഇത് നമ്മളിങ്ങനെ മടക്കുമ്പോൾ സംഭവം ചെമ്മീനൊക്കെ പേടിച്ചിട്ട് എന്താവുന്നതാണ് ഉള്ളിലേക്ക് ചളിയിലോട്ട് പതിയും. ഇത് കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ചെമ്മീൻ്റെ ഭാഗത്ത്. ഇതിങ്ങനെ കണ്ട് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ തന്നെ സാധനം എന്താവും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതിന് ഈ രണ്ട് വിരൽ ഇതുണ്ടാവും. ഇത് നമ്മൾ ചെമ്മീനെ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓല എന്താവും ചതിയിൽ പതിയും. പതിയുന്ന ചെമ്മീനെ ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. ഇത്രയുള്ള സംഭവം പരിപാടി. പാര കോര ഇങ്ങനെയുള്ള ചെറുമീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കാരണക്കാണെങ്കിൽ വളരെ വണ്ണം കുറഞ്ഞ ഒരു 20-25 ആ റേഞ്ചിലുള്ള ചേർച്ചകൾ, അതിൽ കൂടുതലില്ലാതൊക്കെയാണ് ഏറ്റവും ബെറ്റർ. എന്താ വെച്ചാൽ നമുക്ക് ഈ ചെമ്മൊക്കെ ഇട്ടൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോരക്കും ഇതിനൊക്കെ നമ്മൾ 18, 17, 14 മുതൽ മുകളിലോട്ടുള്ള കുക്കുകളാണ് അത് യൂസ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ ഈയം, ഇനി അഥവാ വെള്ളം ഫുള്ള് നിലച്ച് നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഈ അല്ലെങ്കിലും കുഴപ്പമില്ല, ചെമ്മീനെ പതിയെ ഇങ്ങനെ പാറിക്കുക. ഇവിടെ എന്താക്കുക, ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്ത് പതിയെ ഇങ്ങനെ കൊളുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കും. എന്നിട്ട് നമുക്ക് എന്താക്കുക, ചെറുതായിട്ടൊന്ന് എറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറ് കുറച്ച് ലൂസിനിടും. അപ്പോൾ അത് താന്നുകാണ്ട് നമ്മളതിന് എറിഞ്ഞ ആ ഭാഗത്ത് കറക്റ്റായിട്ട് താവും വേറെ ഭാഗം. അപ്പോൾ അതിലിങ്ങനെ താന്നിട്ട് പിന്നെ നമ്മളെന്താക്കുക, അടുത്ത പരിപാടി ഒരു ചെറിയ കല്ലെടുത്തോണ്ട് വെക്കുക. പിന്നെ മീൻ അടിച്ചില്ലെങ്കിലും എന്താക്കുക, ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഈ ലൈവ് ഇടുമ്പോൾ എപ്പോഴും ഒന്ന് പതിയെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കാണ്ട് ചെറുതായിട്ടൊന്നൊരു വലിയിരിക്കുക, പിന്നെ ഒന്ന് വെക്കുക. ഇതിങ്ങനെ ചെയ്യണത് വളരെ നല്ലതാണ്. ആ മീനിങ്ങനെ ഇളക്കി കളിക്കുമ്പോൾ അവന്മാരെ അറ്റാക്ക് ചെയ്യാൻ കൂടുതലാണ്. അതിനിങ്ങനെ അറിയാതെ രണ്ടെണ്ണത്തിൽ മീൻ പുള്ളിക്കോര വലിയ പുള്ളിക്കോര. അടുത്ത് ആരല്ല പാലാത്തിന് ഫുള്ള് വെറൈറ്റി സാധനം. വല തണ്ടാടി ഉണ്ട്. ഫുള്ള് വെറൈറ്റി കേട്ടോ. അതൊക്കെ മണപ്പൂയാന് ആരും കോരിയല്ലാത്ത എല്ലാ സാധനവും ഉണ്ട് വരുന്നില്ലേ. വാലാത്തനാ അടിപൊളി. പൂമീനാണോ, പൂമീനിൻ്റെ കുട്ടിയാണോ? വള്ളിപ്പൂമീൻ്റെ കുട്ടികളുണ്ടാവും. വാലാത്തനല്ലെങ്കിൽ വള്ളിപ്പൂമീൻ്റെ കുട്ടികളാണ് ആ റേഞ്ചിൽ വരിക. ഒന്നായിട്ട് പൊക്കിയാണി. അത് പൂമീൻ്റെ കുട്ടിയാണ്, വള്ളിപ്പൂമീന്. പൂമീനിൽ തന്നെ 2 ഐറ്റം വരുന്നുണ്ട്.
അതിൽ വള്ളിപ്പൂമി എന്ന് പറഞ്ഞ സാധനമാണ്. ഫുൾ വെറൈറ്റി കേട്ടോ. ഉണ്ട് റെഡി. ചെമ്പല്ലി കൊറ്റണം. ഒക്കെ വെറൈറ്റി ആയിട്ട് കേട്ടോ നിങ്ങൾക്ക് കിട്ടണെന്ന്. വാലാത്തനല്ല അടിപൊളി ഭൂമിന്. 2 ചൂണ്ടൽ കൈമലുണ്ട്. അതും ആ ഭൂമീനെ തന്നെ. ഭൂമീനെ അതോ കെട്ട് പൊട്ടിച്ച് ചാടിയാണ്. മീനെ പിടിച്ചോ, മീനെ പിടിക്കും കയറുമ്പോൾ ഇതാക്കല്ലേ. ചെറിയ സാധനമാകുമ്പോഴുള്ള മുണിങ്ങി ഉണ്ടാക്കിയിലെത്തിയില്ല. എങ്ങനെയാണോ ഇതൊക്കെ കൊത്തിയത് വെച്ചില്ല. അത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ സൈസ് എന്നല്ല, ഹുക്ക് കുടുങ്ങിയതേ ഭാഗ്യമുണ്ട്. ഇതൊക്കെ പോകുന്ന എനിക്ക് മതിയായിട്ട് പോകാൻ വളർത്താൻ പറ്റിയ സൈസാട്ടോ. ഞാൻ കിട്ടുണ്ടോ ആദ്യം തന്നെ കല്ലിൻ്റെ ഉള്ളിൽ കളവാണ്. നല്ല കളറുള്ള കോഴിയാണ് കേട്ടോ. നല്ല പോക്കാട്ടോ. വലിയ പോലെ ക്ലോസ് ചെയ്യണം. ഇനി ചെമ്പല്ലി ഏകദേശം മുണിങ്ങി കിടന്നതാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി വേറെ ഒറ്റയാണെങ്കിൽ അടുപ്പിക്കുക. എന്താ വെച്ചാൽ ഈ വലുപ്പം നോക്കണം മീനുകളെ, വലുപ്പം നോക്കണം മീനുകളെ.